السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്റ്റേജിലുള്ള സൗത്ത് ಕರ್ನಾಟಕ ಸಲಫಿ ಮೂಮೆಂಟ್ರೆ ಕೇಂದ್ರ ಸಮಿತಿರೆ ಅಧ್ಯಕ್ಷರೇ, പണ്ഡിതൻ മൗലവി സലാഹുദ്ദീൻ ഉസ്താദ്, അതേപോലെ സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് സാലത്തൂർ ഘടകത്തെ എല്ലാ നേതാക്കന്മാരെ, സദസ്സിലുള്ളതായ ഹിരിയായങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ദൂരത്തിൽ നിന്നും മുട്ടത്തിൽ നിന്നും ഈ ശബ്ദ കേൾക്കുന്നതായ എല്ലാ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസിലെ അല്ലാഹു തൃപ്തിപ്പെട്ടതായ സത്കർമ്മത്തര കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തേക്ക് ചെല്ലുന്നതായ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതായ ഈ പ്രോഗ്രാം ഞങ്ങൾ മനസ്സിലാക്കണത്, അന്ധകാര ചെല്ലുന്നത് ചിമ്മയെത്തിക്കർ, അത് നഷ്ടത്തിലെത്തിക്കർ. അന്ധകാരത്തിലുള്ളവനുകു ഒരിക്കലും ഒരു നിലക്കുള്ളതായ വിജയം നേടിയെടുക്കുക സാധ്യമേ അല്ല. കണ്ണ് കാണാത്തവനു മാത്രമല്ല, കാത് കേൾക്കാത്തവനു മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല തന്നതായ ആരോഗ്യ അതിരെ ദുരുപയോഗപ്പെടുത്തുന്നവനും, അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തതായ ഹൃദയ, കണ്ണ്, കാത്, അതേപോലെ ശരീരത്തിലെ ബാക്കിയുള്ളതായ അവയവങ്ങൾ, ഇത് തന്നതായ റബ്ബുരെ മറന്നിട്ട് ഗഫ്ലത്തിൽ ജീവിക്കുന്നതായ ആൽമാർ അന്ധകാരത്തിൽ എത്തിക്കാറ് ചെന്ന് അള്ളാഹുര വിശുദ്ധമായ ഖുർആൻ താക്കീത് തണ്ടതയിച്ച് നിങ്ങൾക്ക് കാണും. പല സ്ഥലത്തും നിങ്ങൾ മനസ്സിലാക്കാനായ വിഷയ, ചില ആൾമാര് ചെല്ലുറാറ് സലഫിറങ്ക് എപ്പോ നോക്കിയിട്ടെങ്കിലും അങ്ങളെ ബായിലുള്ളത് ഷിർക്ക്, തൗഹീദ്, ഇത് ജണ്ടല്ലാത്ത വേറെ വിഷയമില്ല. എപ്പോ നോക്കിയെങ്കിലും ഷിർക്ക്, ബിദ്അത്ത്, തൗഹീദ്, ഇത് മാത്രം ഇച്ചിക്കറ്. വേറെന്തോ അങ്ങ പലക്ക പറയുന്നത് ബാരി കൊറടി ഇച്ചിക്കർ. പക്ഷേ അങ്ങ് മറന്നിട്ട് പോയതായ ഒരു സത്യേന്ദ്ര ചെന്നിട്ടെങ്കിൽ, അടിത്തറ ഫൗണ്ടേഷൻ ഇല്ലാത്തതായ ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിട, അത് എപ്രകാരമായി ചിക്കർ? അതല്ലേ ദീനുൽ ഇസ്ലാം ഒരു അടിത്തറ, തൗഹീദ് ചിക്കർ. ദീനുൽ ഇസ്ലാം ഒരു ഏറ്റവും വലിയതായ നഷ്ട, പരാജയ, അത് ശിർക്കൈത്തിക്കർ. ഒരിക്കലും അതിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല
അവന്റെ വിശുദ്ധമായ ഖുർആനില് രണ്ടാമത്തെ അധ്യായ സൂറത്ത് ബഖറയിലെ 257 ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നത് അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വസിച്ചതായ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ളതായ മോമിനീങ്ങളെ വലിയയിച്ചിക്കറ, മിത്രുവായിച്ചിക്കറ, സഹായിയായിച്ചിക്കറ. അല്ലാഹു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ. നോക്കൂ നിങ്ങ, അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങളെ ളുലുമാത്തിൽ നിന്ന്, ചിമ്മയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന്, അനാചാരത്തിൽ നിന്ന് അല്ലാഹു വെളിച്ചത്തുക അല്ലാഹു തആല അങ്ങളെ കൊണ്ടുവണ്ട. അല്ലാഹുരെ അറിയുന്നത് പോലെ അറിഞ്ഞിട്ടെങ്കിൽ, തൗഹീദിൽ അടിവറച്ചതായ വിശ്വാസത്തിൽ നിലനിന്നിട്ടെങ്കിൽ, ആ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറായില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുന്നു ചെന്നവിടെ നിങ്ങളെ ഉമ്മ അബ്ബരൊട്ടിಗೆ നിങ്ങ ഇഹ്സാനിൽ ಬೇನು ಅಂಕ ನನ್ಮೆ ಹಾಕೋನು ಚೆಂತ ಅಲ್ಲಾಹು ತಾಲ ಚೆನ್ನರ. പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന ധാരാളമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഹദീസ് നിങ്ങൾക്ക് കാണുക സാധ്യമാണ്. ഹമലത്ത് ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, കഷ്ടത്തിരമേൽ കഷ്ടത്തില്, ത്യാഗത്തിരമേൽ ത്യാഗത്തില്, അതെല്ലാം സഹിച്ച് തയ്ച്ചിക്കര് നിങ്ങളെ ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചിലർ ഒരു ഫലക്കുണ്ട് എന്ന് അങ്ങ് നിന്നെ നിർബന്ധിച്ചാറുണ്ടായെങ്കിൽ, ഒറ്റയാക്കാറുണ്ടായെങ്കിൽ, അല്ലാഹുക്ക് പാർട്ട്ണറാക്കുന്നതായ വിഷയത്തില്, ശിർക്കാക്കുന്നതായ വിഷയത്തില് അങ്ങ് നിന്നെ ഒറ്റയാക്കാറുണ്ടായെങ്കിൽ ഒരിക്കലും അങ്ങളെ ജണ്ടാലയും നീന് അനുസരിച്ചു പോകുത്തീറാ. വിശുദ്ധ ഖുർആൻ എത്രത്തോളം മഹാന്മാരായ പണ്ഡിതന്മാർ ചെന്നാറ് ഫർദ് നിസ്കാരത്തിലല്ല, സുന്നത്ത് നിസ്കാരത്തിൽ നിസ്കാരത്തിക്ക് കൈ കെട്ടിത്ത് ഉമ്മ വിളിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന് കൈ പൊട്ടിത്ത് ഉമ്മരെ വിളിക്ക് ഉത്തര കൊടുക്ക. അത്രത്തോളം ഉമ്മരൊട്ടിಗೆ ബാധ്യത ഉണ്ട്. അങ്ങനത്തെ ഉമ്മ, അങ്ങനത്തെ അബ്ബ നിങ്ങൾക്ക് വേനായിച്ച് എല്ലാ മെഹനത്തും കഷ്ടപ്പാടും സഹിച്ചതായ ഞങ്ങളെ ഉമ്മ അബ്ബ അങ്ങ് ശിർക്കിര വിഷയത്തില്, ബിദ്അത്തിന്റെ വിഷയത്തില്, ദീനുൽ ഇസ്ലാമുക്ക് എതിരായിട്ടുള്ളതായ വിഷയത്തില് ഞങ്ങളൊട്ടിಗೆ കൽപ്പിച്ചിട്ടെങ്കിൽ, ഒത്തയാക്കിയിട്ടെങ്കിൽ ഞങ്ങളെ അനുസരിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ എത്രത്തോളം അസ്മാ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുരെ മോളു, ആയിഷ റളിയല്ലാഹു അൻഹരെ സഹോദരി, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുരെ സഹോദരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മുട്ട ഓടിയുണ്ട് പണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനൊട്ടിಗೆ ചെല്ലുற അല്ലാഹുവിന്റെ റസൂലേ, നന്റെ ഉമ്മ നന്റെ ഔത്തുക്ക് വന്നര്, നന്നെ തേടിയുണ്ട് വന്നര്, എന്താ ഒരു ആവശ്യം വെച്ചിട്ട് വന്നത്. പക്ഷേ വഹിയ മുശ്രിക്കത്തുൻ, നന്റെ ഉമ്മ മുശ്രിക്കത്തയച്ചിക്കര്, ബൗദ്ധേവ വിശ്വാസത്തിലയച്ചിക്കര്. അതുകൊണ്ട് നന്റെ ഉമ്മരൊട്ടിಗೆ എന്തെങ്കിലും ബാധ്യത ഉണ്ടെന്ന് കേട്ട സന്ദർഭത്തില് നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപാട്ടത്, യാ അസ്മാ, നിന്റെ ഉമ്മരൊട്ടിಗೆ ഉള്ളതായ ബാധ്യത നീന് പൂർത്തിയാക്കണോ. നിന്റെ ഉമ്മ അല്ലാഹുക്ക് എതിരായ വിഷയത്തില്, റസൂലുക്ക് എതിരായ വിഷയത്തില്, ദീനുക്ക് എതിരായ വിഷയത്തിൽ കൽപ്പിക്കാത്ത കാലത്തോളം ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും നിന്റെ ഉമ്മരെ നീന് അനുസരിക്കണം. ഉമ്മ മുശ്രിക്കത്തായിത്തിക്കട്ടെ, ആ ഉമ്മരൊട്ടിಗೆ ഉള്ളതായ ബാധ്യത നീന് നിറവേറ്റണം ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാ റളിയല്ലാഹു അൻഹരെ കടത്തിയിട്ടെങ്കിൽ
അത്തരത്തോളം ബാധ്യതയുള്ളതായ ഉമ്മ, അബ്ബ, പിന്നല്ല ഉസ്താദുമാർ, പിന്നല്ല തങ്ങന്മാർ, പിന്നല്ല ബാക്കിയുള്ളതായ ആൾമാർ. അതുകൊണ്ടു അങ്ങനെ ശിർക്കിര വിഷയത്തിൽ അനുസരിക്കുകയില്ല. ഞാനിത് ചെല്ലവുള്ള കാരണം നല്ലൊട്ടിക്ക് പല ആൾമാരും പല സന്ദർഭത്തിലും എൻ്റെ ഒട്ടിക്ക് പഠിച്ച ആൾമാര് ഒട്ടിക്കണങ്ങ പഠിച്ചങ്ങ പല സന്ദർഭത്തിൽ കേൾക്കുന്നതായ ഒരു വിഷയമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്ന് ഇത്ര വർഷം നിങ്ങൾ പള്ളി ദർസിൽ പഠിച്ചിട്ട്, കോളേജിൽ പഠിച്ചിട്ട്, അതേപോലെ ഔത്തുല് ചോറ് തന്നിട്ട്, അതേപോലെ ഉസ്താദുമാര് കഷ്ടപ്പാട് സഹിച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പാട്ടിട്ട് നിങ്ങളെ കോളേജിക്ക് കടിച്ചിട്ട് ധാരിമി ബിരുദ എടുപ്പാട്ടി തന്നിട്ട് ആ ഉസ്താദുമാരെ പാത ബുടകു നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്ന്? ചില ആൾമാര് നേരിട്ട് കേൾക്കാറ്, ചില ആൾമാർ വാട്സാപ്പില് സോഷ്യൽ മീഡിയയിൽ കേൾക്കാറ്. അതായത് സഹോദരന്മാരെ, ഇണ്ടും ഒരു ഗ്രൂപ്പിൽ ചർച്ച ഉള്ളതായ സന്ദർഭത്തില് ഒരു മഹിളാർ കേട്ടിട്ട്, അപ്പൊ ഞാൻ ചെല്ലുന്നത് ഉസ്താദുമാർ അങ്ങനെ കാട്ടി ഏറെ ബാധ്യത ഉള്ളത്, ഏറ്റവും കൂടുതൽ ബാധ്യത ഉള്ളത് ഞങ്ങളെ ഉമ്മ അബ്ബരൊട്ടിക്കയച്ചിക്കര്. ആ ഉമ്മ അബ്ബ പോലും ആ ചെന്നലെ സുന്നത്ത് നിസ്കാരത്തിൽ പോലും ഉമ്മ വിളിച്ചെങ്കിൽ ഉത്തര കൊടുക്കുന്നു ചെന്ത് ഫുഖഹാ ചെന്തിന്നെങ്കില് ശിർക്ക് നിങ്ങളെ ഒത്തയാക്കറെങ്കില്, അനിസ്ലാമികമായിട്ടുള്ള കാര്യത്തിക്ക് ഒത്തയാക്കറെങ്കില്, ഇസ്ലാം വിരോധിച്ചതായ കാര്യത്തിക്ക് നിർബന്ധിക്കറെങ്കില് അങ്ങനെ ജണ്ടാലയും നീ അനുസരിച്ചിട്ട് പോകൂ തീരച്ചെന്ത് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ചെൽറ. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുരെ അറിഞ്ഞതായ ആൾമാർ അങ്ങ് യഥാർത്ഥ വിശ്വാസിയായിട്ടിക്കറാർ, യഥാർത്ഥ മുഅ്മിനീനായിട്ടിക്കറാർ. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ളുലുമാത്തിൽ നിന്ന്, ചിമ്മൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തുക്ക് അല്ലാഹു തആല കൊണ്ടുവണ്ട തൗഹീദ് ചെൽറതായി പ്രകാശത്തുക്ക്, ഈ ഹിദായത്തിലെ വെളിച്ചത്തുക്ക്, ഈ സന്മാർഗത്തിലെ വെളിച്ചത്തുക്ക് അല്ലാഹു തആല കൊണ്ടുവണ്ട. ಅದಕ್ಕೆ ಎತ್ತರ ಉದಾಹರಣೆ ಐತಿಗರೆ ಸೌತ್ ಕರ್ನಾಟಕ ಸಲಫಿ ಮೂವ್ಮೆಂಟ್ ಈ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ ಪ್ರವರ್ತಿಸದಾಯ ಕಾಲ ನಿಂಗ ನೋಕೋರು. ഏത് കാലഘട്ടമായിത്തത്, ഏത് സന്ദർഭമായിത്ത് ധൈര്യത്തിൽ ഞാൻ ഒരു സലഫി ചൊല്ലുള്ളതായ ധൈര്യമില്ലാത്തതായ ഒരു സന്ദർഭ, പള്ളിക്ക് പോലും ധൈര്യത്തിൽ പോകു സാധ്യമില്ലാത്തതായ ഒരു സന്ദർഭ, നിസ്കാരത്തിൽ കൈകെട്ടുക പോലും പേടിച്ചൊണ്ടിരുന്നതായ ഒരു സന്ദർഭ, റോഡിൽ പോണ്ടതായ സന്ദർഭത്തില് പരസ്യമായിട്ടും ഒഞ്ചിതെച്ചിട്ടും കല്ലെറിഞ്ഞുകൊണ്ടിരുന്നതായ ഒരു സന്ദർഭ. ആ ഒരു കാലഘട്ടത്തിലായിട്ടിക്കര് ഈ തൗഹീദിന്റെ വെളിച്ചത്തില് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് കർണാടകത്തിലും ദക്ഷിണ കന്നഡ ജില്ലരെ മുക്കുമൂലലും തുടങ്ങിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ട്, ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട്, കോർട്ടുക്ക് പോണ കയറ്റു ബന്ത് ഇണ്ടും അതിന്റെ വിഷയത്തിൽ കേസുള്ളതായ ചില ജാഗ ഉണ്ടോ, ಅದಕ್ಕೆ വേനായിട്ട് നിരന്തരമായിട്ട് ഓടാടുന്നതായ പ്രവർത്തകന്മാരുള്ളാറ്. സഹോദരന്മാരെ, അത് ഏതും കണക്കിലെടുക്കാതെ ഒരു കോംപ്രമൈസുക്കും പോവാതെ ഈ തൗഹീദില് അചഞ്ചലമായ വിശ്വാസം ഇട്ടിട്ട് പ്രവർത്തിച്ചതായ സന്ദർഭത്തിലെത്തിക്കര് ദക്ഷിണ കന്നഡ ജില്ലയുടെ മുക്കുമൂലലും അല്ലി പ്രദേശത്തിലും ഈ സാലത്തൂർ പോലെയുള്ളതായ പരിസരത്തിലും ഈ തൗഹീദിന്റെ പള്ളി, തൗഹീദിന്റെ വെളിച്ച പകർന്നതായ പള്ളി, മദ്രസകൾ ഉണ്ട് മുക്കുമൂലല് തുടങ്ങിയിട്ട് പ്രവർത്തിച്ചോണ്ടുണ്ട്. അതായിത്തിക്കര് അല്ലാഹു ഹിദായത്തിൽ നിലനിന്നിട്ടെങ്കില് ചിമ്മയിൽ നിന്ന് പ്രകാശത്തിൽ അല്ലാഹു കൊണ്ടുവണ്ട. അതേപോലെ അല്ലാഹു തആല ചെല്ലത് നീ നോക്കോറു, വല്ലദീന കഫറു, പിന്നൊരു വിഭാഗ ആൾമാറുള്ളാറ് അങ്ങ് സത്യനിഷേധത്തിലായിട്ടിക്കറാറ്. ഔലിയാഉഹുമുത് താഗൂത്ത്,
അങ്ങളെ ഔലിയാക്കന്മാർ ചെന്നിട്ടെങ്കില്, അങ്ങളെ മിത്രന്മാർ ചെന്നിട്ടെങ്കില്, അങ്ങളെ സഹായിയായ ആൾമാർ താകൂത്തായിത്തിക്കറ്. താകൂത്തിരെ പണി എന്തായിത്തിക്കറ്? യുഖ്റിജൂനഹും മിനന്നൂരി ഇലല്ളുലുമാത്. അങ്ങളെ പണി എന്തായിത്തിക്കറ്? പ്രകാശത്തിൽ നിന്ന്, വെളിച്ചത്തിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്ന് ലുലുമാത്തുക്ക് ചിമ്മക്ക് നയിക്കരുതായിത്തിക്കറ്. ഉടനങ്ങ മനസ്സിലാക്കണായ വിഷയ താകൂത്ത് ചെന്നിട്ടെങ്കില് ആയത്തിരെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങ ചെല്റാറ് അത് ശൈത്താൻ, ഷയാത്തീന് ചെന്നിട്ടെങ്കിൽ ശൈത്താന്റെ പട്ടാള, അവനെ അനുസരിക്കുന്നതായ ആൾമാറ്, അവന്റെ ആൾമാറ് അത് മനുഷ്യവർഗത്തിലുമുള്ളാറ്, ജിന്നുവർഗത്തിലുമുള്ളാറ്. കുല്ലുമാ ഉബിദ മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെട്ടതായ ഏത് വസ്തുണ്ടാ അതല്ല താകൂത്തിര കനത്തിൽ ഉൾപ്പെട്ട് ആ താകൂത്തിര അനുസരിക്കുന്നതായ ആൾമാർ, അതിനെ പിൻപറ്റുന്നതായ ആൾമാർ ഒരിക്കലും സന്മാർഗത്തിക്ക് വരല. കാരണം എന്തേ? യുഖ്റിജൂനഹും മിനന്നൂരി ഇലല്ളുലുമാത്. അങ്ങനെ ആ താകൂത്ത് നയിക്കുന്നത് നൂറിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന്. സുന്ദരമായിട്ടുള്ളതായ പള്ളികളുണ്ടോ, തൗഹീദ് പഠിക്കുള്ളതായ എല്ലാ സന്ദർഭങ്ങളുണ്ടോ, അതുക്കുള്ളതായ വ്യവസ്ഥ ഉണ്ടോ, എല്ലാം ഒത്തുകിട്ടിത്തും അങ്ങ് അത് അനുസരിക്കുക പോണ്ടില്ലേ. അങ്ങ പൗരോഹിത്യത്തിനെ പെരവുലായിട്ടിക്കാറ്. അങ്ങ് ഖുർആന് വേണ്ട, ഹദീസ് വേണ്ട. അങ്ങളെ ഉസ്താദ് എന്താ എത്തിക്കറി ചെല്றது, ഉസ്താദിരെ ഉസ്താദുമാർ എന്താ എത്തിക്കറി ചെല്றது, അത് മാത്രം ദീന് ചെന്ന് മനസ്സിലാക്കിയതായ ആൾമാരുള്ളാറ്. അത് എത്ര വ്യക്തമായിട്ട് ഒരു തുറന്ന സത്യമായിട്ട് ഞങ്ങൾ കണ്ടോണ്ടുള്ള അത് വ്യക്തമല്ല സഹോദരന്മാര്. എത്രത്തോളം ചെന്നിട്ടെങ്കിൽ ഇണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ നോക്കിയേ, ഒരു തലപ്പാവ് ധരിച്ചതായ മുസ്ലിയാർ ചെന്ന് അവകാശപ്പെട്ടതായ ഒരു മുസ്ലിയാർ ചെല്ലുന്നത് CM മടവൂരു എപ്പോഴും ചെന്നോണ്ടിരുന്നതായ ഒരു പലക്കൈത്തിക്കർ അനല്ലാ അനല്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ഒരു മുസ്ലിയാർ CM മടവൂരൊട്ടിക്ക് ആ കാലഘട്ടത്തിൽ കേട്ടിട്ട് അങ്ങനെ ചെല്ലാമാ, ഞാൻ അല്ല ചെന്ന് ചെല്ലാമാ. അപ്പോ CM മടവൂര മറുപടി എന്താ എത്തിക്കര്? അത് ഹിക്കായത്തും മിൻ ഹിക്കായത്തില്ലാ ഇയാൾ ചെല്ലുന്നത്. അത് അല്ലാഹുരെ ഹിക്കായത്തിൽ നിന്നുള്ളതായ ഒരു ഹിക്കായത്ത് എത്തിക്കര്. എന്താ എത്തിക്കര്? അതിന്റെ അർത്ഥ സഹോദരന്മാരെ, CM മടവൂരു സ്വന്തമായിട്ട് ചെല്ലുന്നതല്ല. അല്ലാഹുരെ സന്ദേശ പ്രಕಾರ അല്ലാഹു ചെല്ലുപാട്ടದೈತಿಕರು ಅನಲ್ಲಾ 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 ಎವಡಿಗೆ ಎತ್ತಿತ್ತು ನಿಂಗೆ ನೋಕು. കള്ളു കുടിക്കുന്നതായ അവിശ്വാസിയായിട്ടുള്ളതായ ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യരൊട്ടിಗೆ കേട്ടിട്ടെങ്കിൽ ಅವನು ಚೆಲ್ಲುವ ದೇವರು ಒಂಜೆ, പരമാത്മ ಒಂಜೆ. സഹോദരന്മാരെ നോക്കൂ, നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ സമുദായത്തിലുള്ളതായ ആൾമാർ അകപ്പതിച്ചു പോണ്ടാർ. എന്തൈത്തിക്കർ? അതിന്റെ കാരണം ഇതൈത്തിക്കർ. അല്ലാഹുരെ അനുസരിക്കുന്നതിന് ബദല്, റസൂലുരെ അനുസരിക്കുന്നതിന് ബദല്, ഖുർആനുക്കും സുന്നത്തുക്കും മടങ്ങുന്നതിന് ബദല് താഗൂത്തിനെ പിൻപറ്റിയാറ്, പൗരോഹിത്യത്തിനെ പിൻപറ്റിയാറ്. അങ്ങ ചെന്നത് ഏതും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയുമായിട്ട് തുടങ്ങിയാറ്. അതുകൊണ്ടായിത്തിക്കര് ഇത്തരത്തിലുള്ളതായ അബദ്ധങ്ങൾ വിളിച്ചു ചെല്ലുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് ഉലൈക അസ്ഹാബുന്നാർ, അങ്ങ നരകത്തിലെ ആൾമാരായിത്തിക്കറാറ്. ഹും ഫീഹാ ഖാലിദൂൻ,
അങ്ങ് നരകത്തിൽ നിത്യവാസിയായിത്തിക്കാറ്. നോക്കൊരു സഹോദരന്മാരനാണ് നിപ്പാട്ടൊക്കെ പോണ്ട്. ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയ ഒരു വിഷയായിത്തിക്കറ്, ഒരു പരമസത്യായിത്തിക്കറ്. ആകാശങ്ങളെയും ഭൂമിയെയും അതിലിന്നതായ സകലമാന വസ്തുരെയും അതിരെ ഇടയിലുള്ളതായ സകലമാന വസ്തുരെയും പടച്ചിട്ട് നിയന്ത്രിക്കുന്നതായ ഖാലിഖായ റാസിഖായ ജബ്ബാറായ മാലിക്കായ മാലിക്കുൽ മുലൂഖായ അഹദായ സമദായ പടച്ച റബ്ബു, ആ റബ്ബുരെ മറന്നിട്ട് ജീവിച്ചുണ്ടായെങ്കില്, അവന്റെ നിയമനിർദ്ദേശത്തിലെ കാത്തില് ഞങ്ങ പരത്തിയുണ്ടായെങ്കില് ഞങ്ങ എപ്പോഴും അന്ധകാരത്തിലായിത്തിക്കറ. ഞങ്ങക്ക് കണ്ണിന്നുണ്ടായെങ്കിലും കാതിന്നുണ്ടായെങ്കിലും ഹൃദയിന്നുണ്ടായെങ്കിലും മനുഷ്യ ചിന്തനങ്ങളെ അറിയപ്പെട്ടിട്ടുണ്ടായെങ്കിലും കാണ്ടുണ്ടായെങ്കിലും അന്ധകാരത്തിലായിത്തിക്കറ. അള്ളാഹു ചെന്നതായിത്തിക്കറ്. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെന്നതായിത്തിക്കറ്. സൂറത്ത് അഅറാഫ് 7-ാമത്തെ അധ്യായം 177-ാമത്തെ ആയത്തായിത്തിക്കറ്. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും ധാരാളമായിട്ടുള്ളതായ ആൾമാരനാണ് ജഹന്നമു ചെല്ലുന്നതായ അതിഭയാനകമായിട്ടുള്ളതായ കഠിന കഠോരമായിട്ടുള്ളതായ നരകത്തിനാണ് റെഡിയാക്കിരെ. ആരായി തിക്രാറങ്ങ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അങ്ക് നങ്ങ ഹൃദയ കൊടുത്തറ, കൽബ് കൊടുത്തറ. ആ കൽബ് കൊണ്ട് ചങ്ങ നല്ലതിരെ ഗ്രഹിക്കില്ല. വലഹും ഐനുൻ ലാ യുബ്സിറൂന ബിഹാ. അങ്ക് നങ്ങ രണ്ട് കണ്ണുര കൊടുത്തറ. ആ കണ്ണ് കൊണ്ട് തങ്ങ കാണോണായത് കാണില്ല. ആ കണ്ണ് കൊണ്ടിട്ട് എന്തായി തിക്കറ് നോക്കോണായത്, എന്തായി തിക്കറ് മനസ്സിലാക്കോണായത് അങ്ങ കണ്ടോണ്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അങ്ക് നങ്ങ കാത് കൊടുത്തുറ. ആ കാത് കൊണ്ടിട്ട് കേക്കോണായത് അങ്ങ കേട്ടോണ്ടില്ല. ഉലൈക കല്ലൻആം. അത്തരത്തിലുള്ളതായ ആൾമാർ നാൽക്കാലി മൃഗത്തിരെ പോലെയായി ചിക്രാറ്. ബൽഹും അളല്, അതിരെക്കാട്ടും അകപ്പതിച്ചു പോയ ആൾമാർ ഐത്തിക്രാറ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. എത്ര വ്യക്തമായിട്ട് അല്ലാഹു ചൊല്ലുക. കണ്ണു കൊടുത്തിട്ട് നല്ലത് കാണാത്തത്, കാത് കൊടുത്തിട്ട് നല്ലത് കേൾക്കാത്തത്, ഹൃദയ കൊടുത്തിട്ട് നല്ലത് ഗ്രഹിക്കാത്തത് അങ്ങ് ജഹന്നമു ചെല്ലുന്നതായ അതിഭയാനകമായിട്ടുള്ളതായ നരകത്തുക്ക് വേനായിട്ട് ഒരുക്കി തയ്യാറാക്കപ്പെട്ട ആൾമാർ എത്തിക്കാറ്. അങ്ങ് നാൽക്കാലി മൃഗത്തിൽപ്പെട്ട ആൾമാർ മാത്രല്ല, അതിരെ കാട്ടും അകപ്പതിച്ചു പോയ ആൾമാർ എത്തിക്കാറ്. അങ്ങ് ഗഫ്ലത്തിലുള്ളതായ ആൾമാർ എത്തിക്കാറ്. അതുകൊണ്ട് സഹോദരന്മാര്, എത്ര ടെക്നോളജിയുടെ പിറവിലും ഞങ്ങൾ പോയിട്ടായെങ്കിലും, ഏത് ദുനിയാ ഒരു ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം ഞങ്ങൾ നേടിയെടുത്തിട്ടെങ്കിലും, ഒരു എഞ്ചിനീയർ ആയാലും ഒരു ഡോക്ടർ ആയാലും അതുപോലെയുള്ളതായ എത്ര വലിയ ടെക്നോളജിയിൽ എത്ര ഉയർന്നതായ ആളായെങ്കിലും അള്ളാഹുരുടെ വിഷയത്തിൽ അവന് മനസ്സിലാക്കില്ലെങ്കിൽ, ഈ തൗഹീദിനെ അവന് മനസ്സിലാക്കില്ലെങ്കിൽ, ഈ ദീനുൽ ഇസ്ലാമുക്ക് പൂർണ്ണമായിട്ട് അവന് കടന്നു വന്നില്ലെങ്കിൽ, അവന് മനുഷ്യനായിട്ട് കണ്ടെങ്കിലും, മനുഷ്യന്റെ രൂപയെങ്കിലും, അവന് പലകവരെങ്കിലും, എന്താക്കെങ്കിലും ഇസ്ലാമിന്റെ ദൃഷ്ടികോണത്തില് അവന് നാൽക്കാലി മൃഗത്തിനെ കാട്ടി കടയിത്തിക്ക. അതുകൊണ്ടായിത്തിക്കറ സഹോദരന്മാരെ, സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് അന്നും ഇന്നും ഇനിയുള്ളതായ കാലത്തിലും ഈ തൗഹീദിന്റെ വെളിച്ചത്തിലെ എല്ലാ ഭാഗത്തും എത്തുപാട്ടിയുണ്ട്. ഇൻഷാ അല്ലാ ഇതേ പണ്ടേ 16 താരീഖ് മുടിപ്പുൽ വെച്ചിട്ട് ഇൻഷാ അല്ലാ പ്രോഗ്രാം നടക്കുക പോണ്ട്. നിങ്ങൾ എല്ലാവരും കുടുംബസമേത നിങ്ങളെ സഹോദരന്മാർ സഹോദരിമാരെ കൂട്ടിട്ട് നിങ്ങളുടെ പാൽകൊണ്ടുള്ള നിങ്ങളൊട്ടിക്ക് കേട്ടുണ്ടുള്ളേ. അതേപോലെ അവസാനമായിട്ട് ചൊല്ലുകൊള്ളത് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് അധീനത്തിൽ വെച്ചിട്ട് നടക്കുന്നതായ കോളേജ്, ഒന്ന് ദാറുൽ ഖൈർ എഡ്യൂക്കേഷണൽ അക്കാഡമി, അതേപോലെ തലപ്പാടിൽ വെച്ചിട്ട് ദാറുൽ ഉമൻസ് അറബി കോളേജ്. SLC പാസ്സായതായ മക്കൾക്ക് 5 വർഷത്തെ ലൗകികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനൊട്ടിಗೆ
അതിനെക്കാട്ടിയേറെ ധാർമ്മികമായിട്ടുള്ളതായ ഇഹപര വിജയത്തിന് മോക്ഷമായിട്ടുള്ളതായ ശർഈയായിട്ടുള്ളതായ ഇൽമിനെ പഠിപ്പാറ്റതായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് ദാറുൽ ഉമൻസ് അറബി കോളേജ്, ദാറുൽ ഖൈർ എഡ്യൂക്കേഷണൽ അക്കാഡമി. അതുകൊണ്ടു നിങ്ങളെ മക്കള് അഡ്മിഷൻ ആരംഭിച്ചിരു എത്ര വേഗമേ നിങ്ങളെ മക്കളെ നിങ്ങൾ സേർപ്പാട്ടറോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ അന്ധവിശ്വാസത്തിൽ നിന്ന്, ഈ അനാചാരത്തിൽ നിന്ന്, ഈ അതിഅക്രമത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടണുണ്ടെങ്കിൽ ഒരേ മാർഗമുള്ളൂ. ഞങ്ങളെ മക്കൾക്ക് ധാർമ്മിക ലൗകിക വിദ്യാഭ്യാസ അതിരൊട്ടിಗೆ ധാർമ്മികമായിട്ടുള്ള വിദ്യാഭ്യാസ കൊടുത്തിട്ടു സമുദായത്തിക്ക് ആലിമാക്കിത്ത് ദായിയാക്കിത്ത് ഈ ഇസ്ലാമിന് നൈജമായിട്ടുള്ള സന്ദേശത്തിന് എത്തുപാട്ടുకు ഞങ്ങൾ അവസരാക്കിത്ത് കൊടുത്തില്ല എണ്ടെങ്കിൽ ഇനിയുള്ളതായ കാലത്തില് പരാജയത്തിന് മേലുള്ള പരാജയത്തിന് പടുകുയിലേക്ക് ഐത്തിക്കറി പോയിട്ട് എത്തരുത്. അതുകൊണ്ട് നിങ്ങൾ എത്തുപാട്ടൊരു സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ധാരാളമായിട്ടുള്ള പദ്ധതി നടത്തിയുണ്ടു. ദാറുൽ ഉലൂം ദാവ കോളേജ് കങ്കനാടി സലഫി സെന്ററിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും നടന്നുകൊണ്ടുണ്ട് മക്കൾക്ക് വേനായിട്ട്. അതേപോലെ എല്ലാ ഞായറാഴ്ച 2 സുബൈക്ക് എല്ലാവർക്കും തൗഹീദ് എന്തെത്തിക്കുറിച്ച് പഠിക്കുള്ളതായ മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി കിതാബു തൗഹീദ് ദർസ് നടക്കര് ധാരാളമായിട്ടുള്ളതായ പദ്ധതികൾ നടന്നുകൊണ്ടുണ്ട്. എല്ലാ അല്ലാഹു സുബ്ഹാനഹു തആല വിജയിപ്പിക്കട്ടെ. അതേപോലെ ഈ പ്രോഗ്രാമുകൾ സഹകരിച്ച എല്ലാ ആൾമാർക്ക് തക്കതായ പ്രതിഫലം അല്ലാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. നാളെ ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടമായിട്ട് അല്ലാഹു ഇതിനെ സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.